ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നിങ്ങളിതാ കാണുന്ന ഒരു പഴയ ഭരണിയാണ്. അപ്പോൾ ഇതാണ് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ കഴുകി വൃത്തിയാക്കിയ ഭരണിയെ നമ്മളിതാ വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതിലൊന്ന് പെയിൻ്റൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഒരു വൈറ്റ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. മൊത്തത്തിലൊരു വൈറ്റ് പെയിൻറ്റ് കൊടുക്കുക. ഡബിൾ കോട്ടിങ് കൊടുക്കുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സിംഗിൾ കോട്ടേ കൊടുക്കുന്നുള്ളൂ. നമ്മളൊരു നല്ല രീതിക്ക് ഭരണിയെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ എനിക്ക് വലിയ പെയിൻറ്റിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഇവിടെ നമുക്ക് വെണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. അതിനെ എടുത്തിട്ട് നമ്മളെന്താണ് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്ത ഭരണി അവിടെ ഇരിക്കട്ടെ, ഉണങ്ങട്ടെ. ഒരു അലോവേറയുടെ തൈ എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്ത ഭരണിയാണ് കേട്ടോ. ഓക്കെ, പ്രിൻ്റ് ചെയ്യുന്നതിൽ കാണിക്കാനായി വിട്ടുപോയിട്ടുണ്ട്, സോറി. എന്നിട്ട് നമ്മളിത് അലോവേറ വെച്ചിട്ടൊന്ന് മണ്ണിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റപ്പാണ് നമ്മളിതാ ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു ഡിസൈനൊക്കെ എനിക്ക് അറിയാവുന്ന ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻഡോർ പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മണ്ണ് നിറച്ച് ഏത് പ്ലാന്റ് വേണോ, ഞാനിപ്പോൾ അലോവേറയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണോ വെച്ച് നമുക്ക് വീടിനകത്ത് വയ്ക്കാം. വീടിനകത്ത് വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റുകൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അലോവേറ ഉണ്ട്, പിന്നെ സ്നേക്ക് പ്ലാന്റ് വീടിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും.